ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ശ്രീകുമാർ. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കുന്നത് ഡബിൾ ബോട്ടം പാറ്റേണെ പറ്റിയിട്ടാണ്. ഇതൊരു ബുള്ളിഷ് ആയിട്ടുള്ളൊരു പാറ്റേൺ ആണ്. നിങ്ങളുടെ ചാർട്ടിൽ നിങ്ങൾ ഈ ഒരു പാറ്റേൺ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു ബുള്ളിഷ് മൂവ്മെൻ്റ് ആണ് എക്സ്പെക്റ്റ് ചെയ്യാനായിട്ട് പറ്റുക. അപ്പോൾ ഇത് നമുക്ക് ഏത് ടൈം ഫ്രെയിമിൽ വേണമെന്നുണ്ടെങ്കിലും യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇതിൽ ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഡബ്ല്യുവിൻ്റെ ഷേപ്പിലാണ്. നമ്മൾ ചാർട്ടിൽ ഈ ഒരു പാറ്റേൺ കണ്ടു കഴിഞ്ഞാൽ, നമ്മളിവിടെ ഒരു ഡബിൾ ബോട്ടം കണ്ടു കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ എൻട്രി, എക്സിറ്റ്, ടാർഗറ്റ് ഏരിയാസ് എങ്ങനെ നോക്കാമെന്ന് പറയാം. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് കൺഫർമേഷൻ എന്ന് പറയുന്നത് ഈ ഒരു രണ്ട് ബോട്ടംസ് തമ്മിൽ ഒരു 7 മുതൽ 8 ക്യാൻഡിൽസിൻ്റെ സ്പേസ് ഉണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതാണ് ഒന്നാമത്തെ കൺഫർമേഷൻ. രണ്ടാമത്തെ കൺഫർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ നെക്ക് ലൈൻ ഏരിയ, അതായത് ഇതിൻ്റെ റെസിസ്റ്റൻസ് ഏരിയയെ ബ്രേക്ക് ചെയ്തുകൊണ്ട് ഒരു ക്യാൻഡിൽ, ബുള്ളിഷ് ക്യാൻഡിൽ കൺഫർമേഷൻ നമ്മൾ കിട്ടിയാലാണ് ഇതിൽ എൻട്രി എടുക്കുക. ഒരു എൻട്രി ഓപ്ഷൻ അതാണ്. അത് മിസ്സായി കഴിഞ്ഞാൽ മിക്കവാറും ഈ ഒരു ഏരിയയിൽ നിന്നും മാർക്കറ്റിൽ നിന്ന് മൂവായി ഒരു റീടെസ്റ്റ് എടുക്കാറുണ്ട്. അതായത് ആ നെക്ക് ലൈന് സപ്പോർട്ട് എടുത്ത് വീണ്ടും റീടെസ്റ്റ് എടുക്കാറുണ്ട്. അപ്പോൾ ഒന്നെങ്കിൽ നമുക്ക് ഈ ഒരു ബുള്ളിഷ്നെസ്സോട് കൂടി ക്ലോസ് ആവുന്ന ക്യാൻഡിലിൽ എൻട്രി എടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ അത് മിസ്സാകുന്നവർക്ക് ഈ ഒരു നെക്ക് ലൈനിലേക്ക് റീടെസ്റ്റ് നടക്കുന്ന സമയത്ത് നല്ലൊരു ക്യാൻഡിൽ കൺഫർമേഷൻ കിട്ടിയാൽ അവിടെ നമുക്ക് എൻട്രി എടുക്കാം. ടാർഗറ്റായിട്ട് വെക്കാൻ പറ്റുന്ന ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു നെക്ക് ലൈൻ മുതൽ ഈ ഒരു ബോട്ടം വരെയുള്ള സ്പേസാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു നെക്ക് ലൈൻ മുതൽ ബോട്ടം വരെയുള്ള സ്പേസാണ് നമ്മൾ ഈ ഒരു നെക്ക് ലൈൻ മുകളിൽ മുതൽ ടാർഗറ്റായിട്ട് വെക്കുന്നത്. സോ അത് പ്രകാരം നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഒരു ടാർഗറ്റ് 21,874 അപ്പോൾ അതിന് മുമ്പ് നമുക്കൊരു റെസിസ്റ്റൻസ് 21,800 വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ നമ്മളതിന് ആ ഒരു ഏരിയയിൽ നമ്മുടെ ടാർഗറ്റ് സെറ്റ് ചെയ്യുന്നു. അതിനുശേഷം നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റിൽ ഉണ്ടായ മൂവ്മെൻറ്റ് കാണാം. ആ ഒരു ഏരിയയിൽ ഒന്ന് പ്രോഫിറ്റിൽ എക്സിറ്റ് ആവാനായിട്ട് പറ്റി. അപ്പോൾ ഇതിൻ്റെ സ്റ്റോപ്പ് ലോസ് നമ്മൾ എൻട്രി എടുക്കുമ്പോൾ എവിടെ വെക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ നെക്ക് ലൈന് താഴെയാണ് കോമൺലി എല്ലാവരും വെക്കാൻ വീഡിയോസിലൊക്കെ പറയാം. സോ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫണ്ട് ഇത് കണ്ടോ, ഈ ഒരു നെക്സ്റ്റ് ക്യാൻഡിൽ വന്ന ഒരു വിക്ക് വന്ന് അടിച്ചേക്കണുണ്ടോ, അങ്ങനെ വന്ന് അടിച്ച് നിങ്ങളുടെ ഫണ്ട് ലിക്വിഡേറ്റ് ആവാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അത് അങ്ങനെ ചെയ്യുന്നതാണ്. അങ്ങനെ ആളുകൾ എവിടെയാണ് സ്റ്റോപ്പ് ലോസ് വെക്കുക എന്ന് അറിഞ്ഞുകൊണ്ട് ആ ഫണ്ട് ലിക്വിഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം ജസ്റ്റ് ഒരു വിക്ക് ഇവിടെ വരെ കൊണ്ടുവന്നിട്ട് തിരിച്ചു കയറിപ്പോവും. അപ്പോൾ എന്തുകൊണ്ടും സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടത് നമ്മുടെ ഈ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ നല്ലൊരു കൺഫർമേഷൻ കിട്ടിയല്ലോ, ആ ഒരു ക്യാൻഡിലിന് താഴെയായിട്ട് വേണം നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കാനായിട്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഫണ്ടിനെ സേഫ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു പാറ്റേൺ എന്ന് പറയുന്നത് ഒരു ബുള്ളിഷ് ആയിട്ടുള്ള പാറ്റേൺ ആണ്. നിങ്ങൾക്ക് ഏത് ടൈം ഫ്രെയിമിൽ വേണമെന്നുണ്ടെങ്കിലും ഈ ഒരു പാറ്റേൺ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. വളരെ സിമ്പിളായിട്ട് 2 ബോട്ടംസ് ഉണ്ടോ എന്ന് കൺഫേം ചെയ്താൽ മതി. അതുപോലെ തന്നെ നമുക്കിതൊരു W ഷേപ്പിലാണ് നമുക്കിത് മാർക്ക് ചെയ്യാനായിട്ട് പറ്റുക. അതിൻ്റെ റെസിസ്റ്റൻസ് നെക്ക് ലൈൻ മുതൽ സപ്പോർട്ട് ബോട്ടം വരെയുള്ള ഏരിയ ആണ് ടാർഗറ്റായിട്ട് വെക്കാൻ പറ്റുന്ന. സ്റ്റോപ്പ് ലോസ് ഏരിയ നമ്മൾ മെൻഷൻ ചെയ്തു, ടാർഗറ്റ് ഏരിയ നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഈ പാറ്റേൺ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.